ഹേ മങ്സ്, നെക്സ്റ്റ് ബ്രോ ആണ്. നല്ലൊരു റിവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റ് പരിചയപ്പെടുത്താം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കഴിഞ്ഞ വീക്കിൽ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അഡ്മിൻസുമായി ചാറ്റ് ചെയ്തതിൽ കിട്ടിയ റെസ്പോൺസുകളാണിത്. അതിനകത്ത് ഒരെണ്ണം വരുന്നത് നമ്മുടെ മീമിഫൈ ടോക്കൺ റിലീസ് വരുന്നത് ഒക്ടോബർ 9-നാണ്. അതുപോലെ എക്സംപയർ മിനിമം എയർ ഡ്രോപ്പ് അലോക്കേഷൻ വരുന്നത് ലെവൽ 4 ഉള്ള ആൾക്കാർക്കാണ്. ഇനി ഇവിടെ വരുന്നത് കാറ്റിസിൻ്റെ ലിസ്റ്റിംഗ് ആണ്. കാറ്റിസിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് സെപ്റ്റംബർ 20-ആണ്. ബൈബിറ്റിലും OKXലും ബിറ്റ്ഗെറ്റിലൊക്കെ ലിസ്റ്റിംഗ് കൺഫേംഡ് ആണ്. ഇനി വരുന്നത് ആംസ്റ്റർ ലിസ്റ്റിംഗ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 26-നാണ്. ഡെയിലി റിവാർഡ്സ് ഉണ്ട്. കീസ് ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടെയാണ്. സോ അത് മിസ് ചെയ്യരുത്. ഡെയിലി ലോഗിൻ എടുക്കുക. പിന്നീട് വരുന്നത് WCoinൽ ഒരു പുതിയൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോളോ സെപ്റ്റംബറിൽ തന്നെ റിലീസാവും എന്നുള്ളതാണ് അപ്ഡേറ്റ്സ് വരുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കഴിഞ്ഞ 2 വീക്സിന് അപ്ഡേറ്റ്സ് വരുന്നത്. ഇനി വരുന്നത് പ്രൊജക്റ്റിനെ കുറിച്ച് പറയാം. ഹോട്ട് വാലറ്റിനെ കുറിച്ചാണ്. പലരും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെങ്കിലും നല്ലൊരു റിവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ്. മാത്രമല്ല ക്രിപ്റ്റോ ബേസിക്സ് പഠിക്കാൻ, സ്വാപ്പിംഗ്, ബ്രിഡ്ജിങ് ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് കൂടിയാണ് ഹോട്ട് വാലറ്റ് നൽകുന്നത്. ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ മദറിൻ്റെ ടെലഗ്രാം അക്കൗണ്ടിൽ നിന്നാണ്. നമുക്കിതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടാകുന്നുണ്ടെന്ന് നോക്കാം. ലിങ്ക് വഴി കയറുവാണെങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് എത്തിച്ചേരുന്നുണ്ടാവുക. സോ നോർമലായിട്ട് നമ്മൾ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണോ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് തന്നെയാണ് ഇവിടെയും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അക്കൗണ്ട് ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ക്രിയേറ്റ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സീഡ് ഫ്രേസ് വരും. അത് കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുക. ഓൺലൈനിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക. ഫോൺ കളഞ്ഞു പോയി കഴിഞ്ഞാൽ സീഡ് ഫ്രേസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. സോ അതൊരു ഗൂഗിൾ ഡ്രൈവിലോ ഇമെയിലോ ഒക്കെ ആയിട്ട് ഇത് സേവ് ചെയ്ത് വെക്കാം. ഞാൻ അത് ക്വിക്ക്ലി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെയുള്ള ഒരു സ്റ്റാർട്ടിംഗ് ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ആദ്യമായിട്ട് ഇവരിവിടെ ഹോട്ട് കണക്ട് ചെയ്യാനൊരു ഓപ്ഷൻ തരുന്നുണ്ട്. 0.01 ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനാണ്. ജസ്റ്റ് കണ്ടിന്യൂ അടിക്കുക. ഇവരുടെ ചാനൽ ഹോട്ട് അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റിവാർഡ് അവിടെ കിട്ടുന്നുണ്ട്. സോ അത് ക്ലെയിം ചെയ്യുക. നമുക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഹോട്ട് ബാലൻസ് ആയിട്ട് 0.01 കാണാം. ആൻഡ് മൈനിങ് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരു 2 hours നമുക്ക് കയറി കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 2 hours എന്നത് അപ്ഗ്രേഡ് ചെയ്തിട്ട് 12 hours വൺ ഡേയിലൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും. ഇതാണ് അവരുടെ ഹോം സ്ക്രീൻ വരുന്നത്. ഹോം സ്ക്രീനിൽ ഇവിടെ സ്റ്റോറേജിന് ഇവിടെ മൈനിങ് എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോ 2 hours ഇവിടെ ചെക്ക് ന്യൂസ് എന്നത് ക്ലെയിം ബട്ടൺ ആയിട്ടുണ്ടാവും. സോ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. എളുപ്പത്തിൽ റിവാർഡുകൾ കിട്ടാനായിട്ട് ഇവിടെ താഴെയായിട്ടുള്ള മിഷൻസിലേക്ക് പോവുക. ഇന്നത്തെ കുറേ മിഷൻസ് തന്നിട്ടുണ്ട്. ആദ്യമായി നിങ്ങൾ ലോഗിൻ ചെയ്ത് ഉടനെ ചെയ്യേണ്ടത് ഏറ്റവും താഴെയായിട്ടുള്ള ഗ്യാസ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനകത്തുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഞാനത് ക്വിക്ക്ലി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ട്വിറ്ററിന് ഫോളോ ചെയ്യാനൊക്കെയുള്ള ടാസ്കുകളുണ്ട്. ഇതെല്ലാം ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ബാക്ക് അടിച്ചാൽ തന്നെ ആ ടാസ്ക് കംപ്ലീറ്റ് ആയിക്കോളും. ഇതിലുള്ള മിഷൻസ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിവിടെ പറയുന്നതായിട്ട് കാണാം 1 year = 2000 ക്ലെയിംസ്. അതായത് ഒരു ഇയർ നിങ്ങൾ ഈ വാലറ്റിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് 2000 ക്ലെയിംസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോറേജിൽ ഇവിടെ ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. സോ ഇത് ക്ലെയിം ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്യാസ് ഫീ അവർക്ക് കൊടുക്കണം. സോ ബൈ ഡിഫോൾട്ടായിട്ട് അത് ഹോട്ട് വെച്ച് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അതല്ലാതെ നിയർ കയ്യിലുണ്ടെങ്കിൽ നിയർ വെച്ച് നമുക്ക് പേ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഗ്യാസ് ഫീ കൊടുക്കുകയാണെങ്കിൽ 2000 ക്ലെയിംസ്. അപ്പോൾ 1 year ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരില്ല. നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് ഡെയിലി ഒരു 12 hours ക്ലെയിമിലേക്ക് മാറ്റുവാണെങ്കിൽ ഡെയിലി ഒരു 2 ക്ലെയിംസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ 2000 ക്ലെയിംസും നമുക്ക് ആവശ്യമായി വരില്ല. ചെറിയൊരു എമൗണ്ട് മാത്രം മതിയാവും നിയർ. അടുത്ത മിഷനായിട്ട് വരുന്നത് നിങ്ങൾ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ എക്സ്പ്ലോർ ക്രിപ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാസ്കുകളുണ്ട്. ഈ ഒരു വീഡിയോ വാച്ച് ചെയ്ത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കോഡ് ആവശ്യമുണ്ട്. ആ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ അടിച്ചാൽ മാത്രമേ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇതൊക്കെ ആദ്യമേ ക്ലെയിം ചെയ്ത് വെക്കുക. ഒരു എക്സാമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഫസ്റ്റ് വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു യൂട്യൂബിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. ഇതിൻ്റെ കമൻറ്റ് സെഷൻ ഇതിൽ ടോപ്പ് കമൻ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഗെറ്റ് കോഡ് = ഹൈപ്പ് എന്നുള്ളതാണ് അവരവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് തിരിച്ചു പോയി ഇവിടെയായിട്ട് സബ്മിറ്റ് പാസ്വേഡ് എന്നാണ് ഓപ്ഷൻ ഉണ്ട്. അവിടെയായിട്ട് ഹൈപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഹൈപ്പ് എന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്തതോടുകൂടെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റിവാർഡായിട്ട് 0.1 ഹോട്ട് അവിടെ കിട്ടിയിട്ടുമുണ്ട്. സോ സെയിം വേവ് നിങ്ങൾക്ക് എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാം. വീഡിയോ വാച്ച് ചെയ്യുക, അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ വേർഡ് കൊടുത്തിട്ടുണ്ടാവും. അത് ടൈപ്പ് ചെയ്യുക, അങ്ങനെ ക്ലെയിം ചെയ്യാം. ഇനി നമുക്ക് മിഷൻസിനകത്ത് മറ്റ് മിഷൻസുകൾ നോക്കാം.
ഇവിടെ സൊളാനോയുടെ മെഷീൻ എടുക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 0.1 ഹോക്ക് കിട്ടും. അതുപോലെ 0.5 ഹോക്ക് കിട്ടാനായിട്ട് ഡെപ്പോസിറ്റ് സൊളാന എന്നുള്ള ടാസ്ക്കാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ ടാസ്കുകളുണ്ട്. ഇത് നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് അവരെടുക്കും. ഗ്യാസ് ഫീക്കൊപ്പം തന്നെ അവരുടെ ഒരു കമ്മീഷൻ കൂടെ അവരെടുക്കും. ഇതിന് ഒരു പരിഹാരം എന്നോണം ഞാനൊരു വാലറ്റ് കൂടെ പരിചയപ്പെടുത്താം. വാലറ്റിൻ്റെ പേര് സി വാലറ്റ് എന്നാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ അത് അവൈലബിൾ ആണ്. iOS-ൻ്റെ കാര്യം എനിക്കറിയില്ല, അവൈലബിൾ അല്ല, അവർക്ക് ബ്രൗസർ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ അറിവ്. സി വാലറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർഫേസ് ഇതുപോലെയാണ് വരിക. ഇതിനകത്ത് സ്വാപ്പിംഗ് ഫ്രീ ആണ്. സോ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ സ്വാപ്പിംഗ് എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഹോട്ട് വാലറ്റ് എടുക്കുകയാണ്. ഹോട്ട് വാലറ്റ് അപ്ഡേറ്റിലൂടെ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ഓപ്ഷൻ കൂടെ കാണാം. സോ ഈ സ്വാപ്പിങ്ങും ബ്രിഡ്ജിങ്ങും എന്താണെന്നുള്ളത് ക്വിക്കായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിൻ്റെ ChatGPTയുടെ റെസ്പോൺസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ക്രിപ്റ്റോ കറൻസിയിൽ മൾട്ടിപ്പിൾ ചെയിൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൊളാന ചെയിൻ, 10 നെറ്റ്വർക്കിൻ്റെ ചെയിൻ, എന്നൊക്കെ പറഞ്ഞ മൾട്ടിപ്പിൾ ചെയിൻസ് അവൈലബിൾ ആണ്. ഈ ചെയിൻസിന് ഓരോന്നിനെയും നമുക്ക് ഒരു ബാങ്കായിട്ട് അസ്യൂം ചെയ്യാം. സോ ഓരോ ബാങ്കിനും ഓരോ ട്രാൻസാക്ഷൻ ഫീ ആയിരിക്കും. ഓരോ ബാങ്കിനും നമ്മൾ അയച്ചാൽ എടുക്കുന്ന സമയം ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് ഓരോ ചെയിനുകളും. സോ നിങ്ങളുടെ ഒരു 10,000 രൂപ നിങ്ങൾ SBI ബാങ്കിൽ ഹോൾഡ് ചെയ്യുകയാണ്. സോ SBI ബാങ്കിൽ നിന്ന് നിങ്ങളത് സെൻഡ് ചെയ്തിട്ട് അടുത്ത ബാങ്കിൽ ആക്സിസ് ബാങ്കിലേക്ക് സെൻഡ് ചെയ്യുകയാണ് തരുക. ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരു ബാങ്കിലുള്ള ഫണ്ടിനെ എടുത്തിട്ട് അടുത്ത ബാങ്കിലേക്ക് വെക്കുക. ഈ പ്രോസസ്സിനെയാണ് ബ്രിഡ്ജിങ് എന്ന് പറയുക. നമ്മുടെ കേസിൽ അത് ചെയിനുകളാണ്. ഒരു ചെയിനിൽ ഹോൾഡ് ചെയ്യുന്ന കോയിനെ USDT തന്നെ നമുക്ക് 10 നെറ്റ്വർക്കിൽ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ BSC ചെയിനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഒരു ചെയിനിൽ നിന്ന് അടുത്ത ചെയിനിലേക്ക് ഈ കോയിനെ മാറ്റുന്ന പ്രോസസ്സാണ് ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. ഇനി സ്വാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബാർട്ടർ സമ്പ്രദായം പോലെ നമ്മൾ ഒരു കോയിൻ കൊടുത്തിട്ട് അടുത്ത കോയിൻ വാങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാങ്കിൽ തന്നെ നമ്മൾ INR ഹോൾഡ് ചെയ്യും, ഇന്ത്യൻ റുപ്പീസും ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ US ഡോളറും യൂറോ ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. സോ നമ്മുടെ ഈ 10,000 രൂപ കൊടുത്തിട്ട് അതിന് ഈക്വലായിട്ടുള്ള യൂറോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ആ ബാങ്കിൽ തന്നെ ഹോൾഡ് ചെയ്യാമെന്ന് കരുതുക. ആ പ്രോസസ്സിനെയാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ INR കൊടുക്കുന്നു, യൂറോ പർച്ചേസ് ചെയ്യുന്നു, സെയിം ബാങ്കിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. അതായത് സെയിം നെറ്റ്വർക്കിനകത്ത് തന്നെ നമ്മുടെ ഒരു കോയിൻ കൊടുത്ത് മറ്റൊരു കോയിൻ വാങ്ങുന്നതിനെയാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. സോ നമുക്ക് സി വാലറ്റിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇവിടെ സ്വാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സൊളാനോയുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവിടെ ആവശ്യമുള്ളത് $1 വർത്തുള്ള സൊളാനോ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ബൈനാൻസ്, ബൈബിറ്റ് പോലുള്ള എക്സ്ചേഞ്ചസിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ അവിടെ ട്രാൻസാക്ഷൻ ഫീ കൂടെ പിടിക്കാൻ സാധിക്കുന്നു. സോ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുവേണ്ടി നമുക്കിവിടെ സ്വാപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ടാർഗറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് സൊളാനയും സോഴ്സ് ആയിട്ടുള്ളത്, അതായത് ഫ്രം ടു എന്ന 2 ഓപ്ഷനുണ്ട്. ഫ്രം USDT ടു സൊളാനോ ആണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 1 എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും വരത്തിട്ട് നമുക്ക് ഒരു ചെറിയൊരു ബഫർ കൂടെ ആഡ് ചെയ്തിട്ട് ചെറിയൊരു എമൗണ്ട് കൂടെ അഡീഷണൽ ചെയ്ത്, അതായത് 1.1 ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇത്രയും സൊളാനോ വരും. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഫീ ആയിട്ട് വരുന്നത് ഫ്രീ ആണ്. ഈ സ്വാപ്പിങ്ങിനായിട്ട് വേറെ അഡീഷണൽ ചാർജസ് ഒന്നുമില്ല. സോ സ്വാപ്പ് ചെയ്യുക, അവിടെ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നതായിട്ടുണ്ട്. പാസ്വേഡും ടൈപ്പ് ചെയ്യുന്നതോട് കൂടെ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും. ഇവിടെ അത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് താഴെ തന്നെ അപ്ഡേറ്റ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഹോം സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയായിട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെൻഡ് അടിച്ചിട്ട് അവിടെ ഹോട്ട് വാലറ്റിലെ റിസീവ് അഡ്രസ്സിലേക്ക് അയക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് നെറ്റ്വർക്കിലാണോ ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് സൊളാനോ നെറ്റ്വർക്കിലാണ് അവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സൊളാനോ നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് അഡ്രസ്സ് പേസ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്തെടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ സൊളാനോയുടെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആവും. സെയിം വേയിൽ തന്നെയാണ് ട്രോണിൻ്റെത് വരുന്നത്. TRX സെൻഡ് ചെയ്യേണ്ട ടാസ്കുകളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ടണ്ണിൻ്റെത് വരുന്നുണ്ട്. ഒരു 1 ടൺ എങ്ങാനും ഇതിലേക്ക് അയച്ചെടുക്കുക. അതിനുശേഷം ആ ടാസ്ക് കംപ്ലീറ്റ് ആവും. നമ്മൾ ഈ സെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മളുടെ വാലറ്റിലേക്ക് തന്നെയാണ് ഈ എമൗണ്ടുകളെല്ലാം സെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ മിഷൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കത് തിരിച്ച് നമ്മുടെ ഏതാണോ പ്രൈമറി വാലറ്റ് അതിലേക്ക് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ മിഷൻസിൻ്റെ എല്ലാ മിഷൻസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. ബട്ട് നിങ്ങൾക്കൊണ്ട് പറ്റാവുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ബേസ് ചെയ്യേണ്ട ഒരു ട്രാൻസാക്ഷൻ കൂടെ എങ്ങനെ ചെയ്യാമെന്നത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ഡെപ്പോസിറ്റ് എതേറിയം ഓൺ ബേസ് ചെയിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഡെപ്പോസിറ്റ് എമൗണ്ട് പറ്റുന്നത് മിനിമം 0.001 എതേറിയം സെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സി വാലറ്റ് എടുക്കുന്നു, സ്വാപ്പ് ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ ഫ്രം USDT തന്നെയാണ് ചെയ്യുന്നത്. 2 നമ്മൾ എടുക്കുന്നത് എതേറിയം ആണ്. അവിടെ വേണ്ടിയിരുന്നത് 0.001 ആണ് വേണ്ടത്. സോ അതിന് ഇത്രയും എമൗണ്ട് അവിടെ വരുന്നുണ്ട്. ഫീ ഫ്രീ ആണ്. സ്വാപ്പ് ചെയ്യുന്നു. സ്വാപ്പിംഗ് സക്സസ് ആയിട്ടുണ്ട്. ഇനി ആ ഹോം സ്ക്രീനിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ അത്രയും എമൗണ്ട് വന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള അഡ്രസ്സ് കോപ്പി എടുക്കുന്നതായിട്ടുണ്ട്. അതിനായിട്ട് ഹോം സ്ക്രീനിലേക്ക് പോവുക. ഹോം സ്ക്രീനിൽ ഏറ്റവും മേലെയായിട്ട് ഈ യൂസർ നെയിം .tg എന്ന ആ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ
ബേസിൻ്റെ ആ ഒരു ലോഗോ കാണാൻ വേണ്ടി പറ്റും. സോ ആ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം ഈ വാലറ്റിൽ നിന്ന് സെൻഡ് ചെയ്തെടുക്കുക. ഇവിടെ സെൻഡ് കൊടുക്കുക. ഏതാണ് നെറ്റ്വർക്ക്, നമ്മൾ ബേസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ബേസ് ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ വളരെ ചെറിയൊരു എമൗണ്ട് എതേറിയം ഫീ ആയിട്ട് വരുന്നുണ്ട്. നമ്മളിവിടെ പേസ്റ്റ് അടിക്കുക, സെൻഡ് അടിക്കുക. ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ എക്സാക്ട് 0.001 എതേറിയം ആയിരുന്നു അവിടെ സ്വാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അതിനേക്കാളും ചെറിയൊരു എമൗണ്ട് കുറഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് ചെറിയൊരു എമൗണ്ട് കൂടെ സ്വാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സ്മോൾ എമൗണ്ട് കൂടെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്വാപ്പ് ചെയ്തിട്ട് ഒരു 0.001 കൂടെ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് സെൻഡ് അടിക്കുവാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയിൻ ബേസ് സെലക്ട് ചെയ്യുന്നു, അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുന്നു, മാക്സിമം ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യുകയാണ്. ഇവിടെ ആ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഡ്രോപ്പ് ചെയ്യുന്നത് പ്രോസസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ടൈം എടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഹോട്ട് വാലറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഹോട്ട് വാലറ്റിൽ കയറിയിട്ട് അതൊന്ന് വെരിഫൈ ചെയ്യാം. ഇവിടെ ഹോം സ്ക്രീനിലായിട്ട് ഈ ടോക്കൺസ് എന്നതിൻ്റെ ഹോട്ടിൻ്റെ താഴെയായിട്ടാണ് അത് വരുന്നത്. നമുക്ക് ഇങ്ങനെ ഡിഫോൾട്ടായിട്ട് ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ഓപ്പൺ ചെയ്ത ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം റീലോഡ് പേജ് അടിച്ചിട്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എതേറിയം $2.4 വർത്തുള്ള എതേറിയം അവിടെ വന്ന് കിടപ്പുണ്ട്. ഇനി നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മിഷൻസിലേക്ക് പോകുന്നു. ബേസിലെ മിഷനായിരുന്നു, എതേറിയം സെൻഡ് ചെയ്യേണ്ടതായിരുന്നു. ക്ലെയിം ക്ലിക്ക് ചെയ്യുക. സോ അവർ ആ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആവും. ഒരു 0.5 ഹോട്ട് അവിടെ ക്ലെയിം ആയിട്ടുണ്ട്. നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട. അടുത്ത ടാസ്ക് വരുന്നത് ബ്രിഡ്ജ് ചെയ്യാനായിട്ടാണ്. അതായത് നിയർ നെറ്റ്വർക്ക് നിന്ന് ബേസിലേക്കും ബേസിൽ നിന്ന് നിയറിലേക്ക് 2 ടൈംസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ഒരു ചെയിനിൽ അടുത്ത ചെയിനിലേക്ക് വെക്കുന്നു, അവിടെ അത് തിരിച്ചെടുക്കുന്നു. SBI നിന്ന് ആക്സിസിലേക്ക് അയക്കുന്നു, ആക്സിസിൽ നിന്ന് വീണ്ടും SBI യിലേക്ക് അയക്കുന്നു. നമ്മളതിൽ കാര്യമായിട്ട് ഫണ്ടൊന്നും നഷ്ടപ്പെടില്ല. അതിനകത്ത് ട്രാൻസാക്ഷൻ ഫീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ പോകുള്ളൂ. നമുക്ക് അതൊന്ന് ചെയ്യാനായിട്ട് ഹോം സ്ക്രീനിലേക്ക് പോവുക. ഹോം സ്ക്രീനിൽ ഇവിടെ ബ്രിഡ്ജ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പം അവന് ഇവിടെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം, അവരുടെ അപ്ഡേറ്റ് കാരണം അവരുടെ ടെമ്പററി ഇത് സ്റ്റോപ്പ് ആയിട്ടാണുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാം. ഈ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത്. നമ്മൾ എല്ലാ ടാസ്കുകളും ചെയ്യുകയാണെങ്കിൽ ഇതൊരു ലെങ്തി വീഡിയോ ആയിട്ട് മാറും. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മിഷൻസ് കഴിഞ്ഞാൽ വരുന്നത് സ്റ്റോറേജ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ബൂസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മൾ ക്ലെയിം ചെയ്ത ഹോട്ട് വെച്ച് തന്നെ ഇതിൻ്റെ മൈനിങ് റേറ്റ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറ്റും. സെർവർ അപ്ഗ്രേഡിങ് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ പ്രൈമറി അക്കൗണ്ടിൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ മേലെ കാണുന്ന പോലെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറേജും കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് അപ്ഗ്രേഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ക്ലെയിമിംഗ് ടൈം നിങ്ങൾക്ക് കുറക്കാൻ വേണ്ടി പറ്റും. 2 hours എന്നുള്ളത് 6 hours-ലേക്കും 12 hours-ലേക്കൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് വരുന്നത് ഈ സ്റ്റോറേജ് എടുത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ വില്ലേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണും. നമുക്കൊരു വില്ലേജിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ ക്രിപ്റ്റോമങ്കി ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഈ വീഡിയോയുടെ കൂടെ പ്രൊവൈഡ് ചെയ്യാം. സോ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്കാണ് വരിക. അത് ജോയിൻ ക്ലിക്ക് ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം സ്റ്റോറേജസിലേക്ക് പോകുകയാണെങ്കിൽ നേരെയായിട്ട് കാണാം ക്രിപ്റ്റോമങ്കിയുടെ ഗ്രൂപ്പ് ഓൾറെഡി 175 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയായിരുന്നു അത് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിനകത്ത് അഡ്മിനായിട്ടുള്ള ആളെ നമ്മൾ 2.89 ഹോട്ട് അവിടെ വില്ലേജിനായിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ ആ ക്ലെയിം ചെയ്ത സാധനം ഫയർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു എയർ ഡ്രോപ്പ് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈക്വൽ എമൗണ്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് സെൻഡ് ചെയ്യാനോ നമുക്ക് പറ്റും. ഇത്രയൊക്കെയാണ് ഹോട്ട് വാലറ്റിനെ കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ്സ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരു പുതിയതായിട്ടൊരു എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ടെലഗ്രാം ബോട്ടുകളിൽ കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ടെലഗ്രാം വാലറ്റോ അല്ലെങ്കിൽ ടൺ കീപ്പറോ ഒക്കെയാണ് സെലക്ട് ചെയ്യാറുള്ളത്. ബട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഹോട്ട് വാലറ്റിൻ്റെ ഓപ്ഷൻ കൂടെ വരും. നിങ്ങൾക്ക് ഹോട്ട് വാലറ്റും അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കണക്ട് ചെയ്യുന്നത് വഴി മിഷൻ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. 3 ഇതേപോലെയുള്ള DApps കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊരു കാര്യം, ഇതിനകത്തേക്ക് നിയർ സെൻഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ നിയറിൻ്റെ യൂസർ നെയിം കോപ്പി ചെയ്യുക. എക്സ്ചേഞ്ചസിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ബൈനാൻസ് ഓപ്പൺ ചെയ്യുക. ബൈനാൻസ് ആണെങ്കിൽ ബൈനാൻസിൽ 1 ഇയറിൻ്റെ പ്രൈസ് ഇപ്പോൾ വരുന്നത് $3.7 ആണ്. സോ അത് ബൈ ചെയ്തതിന് ശേഷം നമ്മൾ വാലറ്റിലേക്ക് പോയി സ്പോട്ട് വാലറ്റിൽ നിന്ന് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നിയർ. ആ നിയറോട് വിഡ്രോ ചെയ്യാനായിട്ട് വിഡ്രോ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രിപ്റ്റോ നെറ്റ്വർക്ക് വഴിയാണ് സെൻഡ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി അതിന് വൈറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഹോട്ട് വാലറ്റിൻ്റെ കിടപ്പെടുന്നതിൻ്റെ പ്രൈമറി അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മിനിമം എമൗണ്ട് വരുന്നത് 0.06 നിയർ ആണ്. സോ 0.06 അല്ലെങ്കിൽ 1 ഇയറോ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വിഡ്രോ ചെയ്യാം.
ഇങ്ങനെ നിങ്ങൾക്ക് നിയർ സെൻഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അവിടെ നിയർ ഇതുപോലെ വിഡ്രോ ചെയ്ത് ഹോട്ട് വാലറ്റിലേക്ക് എത്തിച്ചതിന് ശേഷം അവിടെയുള്ള ബ്രിഡ്ജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അടുത്ത നെറ്റ്വർക്കിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതല്ല നിങ്ങൾക്ക് അടുത്ത കോയിനിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്തിട്ട് USDTയോ മറ്റു കോയിൻസോ ആക്കിയിട്ട് എല്ലാ മിഷനും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വാലറ്റിനെ കുറിച്ചുള്ള ഓവറോൾ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. എന്നിട്ട് നമുക്ക് ബ്രിഡ്ജിങ് എക്സാമ്പിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല ടെക്നിക്കൽ ഇഷ്യൂ കാരണം. നമുക്ക് ടെലിഗ്രാമിൽ VCയിലൂടെ അത് ചെയ്ത് കാണിക്കാം. അതുപോലെ മറ്റ് മെഷീൻസിനെ കുറിച്ച് കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ മെൻഷൻ ചെയ്ത് അഡ്മിൻസിനെ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള ക്ലാരിഫിക്കേഷൻ അവിടെ തരുന്നതായിരിക്കും. വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ചെറിയൊരു അപ്ഡേറ്റ് കൂടെ നമ്മുടെ ഒഫീഷ്യൽ ചാനൽസിൽ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാംസ്റ്റാർ ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റീൽസോ മീംസോ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ അഡ്മിൻസിന് സെൻഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ ടാഗ് ചെയ്യുക. ഇതിൻ്റെ റൂൾസും പ്രൈസ് ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഒഫീഷ്യൽ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ പങ്കെടുക്കുക. കൂടുതൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇവിടെ VC ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡ്മിൻസ് അവിടെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും. പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ചാനലിലും ജോയിൻ ചെയ്യുക. താങ്ക് യു.